എല്ലാവർക്കും നമസ്കാരം. മുൻപേ പറക്കുന്ന പക്ഷി, നമ്മുടെ സെഷൻ്റെ പേര് ഇതാണ്. മുൻപിലിരിക്കുന്നതും മുൻപേ പറക്കുന്ന പക്ഷി ശ്രീ സി രാധാകൃഷ്ണൻ സാർ. ഞാൻ സി രാധാകൃഷ്ണൻ സാറിൻ്റേതായിട്ട് ആദ്യമായിട്ട് വായിക്കുന്നത് ഒരു ചെറുകഥയാണ്. പിടിച്ച പിടിയാലെ എന്ന് പറഞ്ഞ മാതൃഭൂമി ഓണപ്പതിപ്പിലാണത് പബ്ലിഷ് ചെയ്തത്. ഏതാണ്ട് അതേ കാലയളവിൽ തന്നെയാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ പബ്ലിഷ് ചെയ്ത് വന്നത്. അതും അന്ന് വായിച്ച് തുടങ്ങിയിരുന്നു. കുട്ടിയായിരുന്നതുകൊണ്ട് കുറച്ചൊക്കെ മാത്രമേ എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നുള്ളൂ. പിന്നീടാണ് മനസ്സിലായത് നോവൽ നവകം എന്ന് പറയുന്ന ആ ഒരു പരമ്പരയിലെ ഒരു നാലാമത്തെ നോവൽ മാത്രമാണ് അത് എന്ന്. അപ്പോൾ പിന്നീട് വരുന്ന നോവലുകൾ എല്ലാം കണ്ടപ്പോൾ അപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചോദ്യം, ആ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഈ സെഷൻ തുടങ്ങാമെന്ന് കരുതുന്നു. സാർ, ഇങ്ങനെ ഒരു നോവൽ പരമ്പര ഇതെങ്ങനെയാണ് സാറ് ആദ്യമേ തന്നെ തീരുമാനിച്ചിരുന്നോ? ഇങ്ങനെ ഒരു 9 ഖണ്ഡങ്ങളായിട്ട് ഇങ്ങനെ ഈ കാലയളവിൽ തന്നെയാണ് നോവൽ പൂർത്തിയാകേണ്ടതെന്നുള്ളത് ആദ്യമേ തന്നെ മനസ്സിൽ കാഴ്ചപ്പാടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നത്? എല്ലാവർക്കും ദിലീപിനും നമസ്കാരം. നമ്മളൊരു കുട്ടിയായി ജനിച്ച് വീണ് കൈകാലിട്ടടിച്ച് പതുക്കെ വളരുമ്പോൾ എന്തൊക്കെയാണ് ഈ ജീവിതകാലത്ത് നമുക്ക് ചെയ്യാൻ ഉദ്ദേശം എന്ന് ആദ്യമേ നിശ്ചയിക്കാറില്ലല്ലോ. നമ്മൾ കുറേശ്ശെയായിട്ട് നിൽക്കാനും നടക്കാനൊക്കെ പഠിച്ച് പിന്നെ അക്ഷരമൊക്കെ പഠിച്ച് അങ്ങനെ ഓരോ ഘട്ടത്തിലും അപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഒരു വലിയ അർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ആകെ മൊത്തം ഒരു കാര്യം വിദ്യാഭ്യാസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് തീർച്ചയായും കിട്ടും. പക്ഷേ എങ്കിലും ഓരോ ഘട്ടത്തിലും എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോഴാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. അതുപോലെ ഒരു നോവൽ എല്ലാം വായിക്കുന്ന കടൽ എഴുതിയപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനൊരു കണ്ടിന്യൂറ്റി വേണം എന്ന് അപ്പോൾ തോന്നിയിട്ടില്ല. കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് കുറച്ചുകൂടി വഴി പോകാനുണ്ടല്ലോ, അതുകൂടി നോക്കാലോ എന്ന്. അങ്ങനെയാണ് ഈ 9 എണ്ണം എഴുതി തീരുന്നത്. എല്ലാം വെവ്വേറെ വായിക്കാവുന്ന പുസ്തകങ്ങളാണ്. എല്ലാം വായിച്ച ഒരാൾക്ക് മാത്രമേ 7 എണ്ണം വായിച്ച ആൾക്ക് 8ാമത്തെ വായിക്കാനാവൂ എന്നൊരു രീതിയില്ല. സത്യത്തിൽ ജീവിതത്തിൽ അങ്ങനെ ഒരു രീതി ഇല്ലല്ലോ. മനുഷ്യരായ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആരായാലും ശരി, ഞാനിപ്പോൾ ഈ മേശപ്പുറത്തിരിക്കുന്ന എൻ്റെ ഫോൺ എടുക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് തോന്നും നമ്മൾ നേരെ പോയി ഫോൺ എടുത്തു എന്ന് തോന്നും. അല്ല, നമ്മൾ ഈ ഫോൺ എടുക്കാൻ കൈ നീട്ടുമ്പോൾ നമ്മുടെ ഈ കൈയിനെയും ഈ ഫോണിനെയും ഈ കൈ നീങ്ങുന്ന ഓരോ ഘട്ടത്തെയും കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുകയും അങ്ങനെ കിട്ടുന്ന നിരീക്ഷണങ്ങൾ അപ്പോൾ തിരുത്തലായി ഉപയോഗിച്ച് ഈ കൈയിൻ്റെ വഴി നിശ്ചയിക്കുകയാണ്. സത്യത്തിൽ ഈ കൈ പോകുന്നത് നമ്മൾ മൈന്യൂട്ടായിട്ട് മൈക്രോസ്കോപ്പിക്കായിട്ട് ഇതിനെ ഒരു ഫോട്ടോ ഒരു വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ കാണാം കൈ ഇങ്ങനെയാണ് പോകുന്നത്. കൈ നേരെയല്ല പോകുന്നത്. മനുഷ്യരായ കുട്ടികളായി നമ്മൾ വളരുന്നതും ജീവൻ്റെ സെൽഫ് ഫോർമേഷൻ ഉൾപ്പെടെ ഓർമ്മ ഉണ്ടാകുന്നതും നമ്മൾ നടക്കുന്നതും നിൽക്കുന്നതുമൊക്കെ ഇങ്ങനെയുള്ള ഒരു കറക്ഷൻ ബൈ ഫീഡ്ബാക്ക് എന്ന് പറയുന്ന ഒരു രീതിയിലൂടെയാണ്. ഈ കറക്ഷൻ ബൈ ഫീഡ്ബാക്കിനെ ഇപ്പോൾ സൈബർനെറ്റിക്സ് എന്ന് പറയുക. അതാണിപ്പോൾ AI-യുടെ അടിസ്ഥാന ഘടകം. ഓരോ ഘട്ടത്തിലും നമ്മൾ നീങ്ങുമ്പോൾ നമ്മൾ മുന്നിലേക്കുള്ളത് പിന്നിലേക്കുള്ളത് നോക്കി പോകുന്ന വഴി കണ്ടുപിടിച്ച് കറക്ഷനുള്ളത് അപ്ലൈ ചെയ്തിട്ടാണ് ഓരോ ഘട്ടത്തിലും മുന്നിലേക്ക് പോണത്. ഈ ഒരു രീതിയിലാണ് ഈ ജീവിതം ഉണ്ടാകുന്നത്, പ്രപഞ്ചം ഉണ്ടാകുന്നത്, നമ്മുടെ ആശയങ്ങൾ ഉണ്ടാകുന്നത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഓരോ ഘട്ടത്തിലും ഈ തിരിഞ്ഞു നോക്കി തിരുത്തുക എന്നൊരു സ്ഥിതി അത് നമുക്കുണ്ട്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ കുറച്ച് ബോധമൊക്കെ വരുമ്പോൾ, ഓർമ്മ വയ്ക്കുമ്പോൾ, എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്കൊരു ഇമ്പൾസ് കിട്ടും, ഒരു കാര്യം ചെയ്യാം എന്ന്. അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യും?
പണ്ട് ഈ കാര്യം ചെയ്തിട്ടുള്ള ആളുകൾ ചെയ്തത് എന്താണെന്ന് നോക്കും, അതറിയാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോ അടി വയ്ക്കുമ്പോഴും വെച്ച അടി ഉദ്ദേശിച്ചിടത്തേക്കാണോ പോകുന്നത് എന്ന് നോക്കിയിട്ട് നമ്മൾ തിരുത്തും. അങ്ങനെ തിരുത്തിയാണ് മനുഷ്യരായ വ്യക്തികൾ, വീടുകൾ, ഗ്രാമങ്ങൾ, സമൂഹങ്ങൾ, ലോകം മൊത്തം ഇപ്പോഴുള്ള ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. ഈ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്കിനിയും കുറച്ചും കൂടി വഴി പോകാനുണ്ടെന്നാണ് ഇപ്പോൾ ശാസ്ത്രം പറയണത്. മാത്രമല്ല, അങ്ങനെ പോയില്ലെങ്കിൽ കുറച്ചു കാലം കൊണ്ട് ഭൂമിയിൽ ഒരു ജീവി വർഗവും അവശേഷിക്കില്ല എന്നാണ് ശാസ്ത്രത്തിൻ്റെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം. കുറച്ച് കാലം കൊണ്ടെന്ന് പറയുമ്പോൾ സയൻസ് അതിൻ്റെ ഒരു അളവും കൂടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 40 വർഷമാണ്. ഇപ്പോൾ ഉള്ള അളവിൽ നമ്മൾ ഈ പരിസരം മലിനമാക്കുകയും സമൂഹത്തിലുള്ള സംഘർഷങ്ങൾ നിലനിർത്തിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 30-40 കൊല്ലം കൊണ്ട് ഒരു ജീവനും ഭൂമിയിൽ പുലരാൻ വയ്യാത്ത ഒരവസ്ഥ വരും എന്നാണ് ഇപ്പോൾ സയൻസിൻ്റെ നിഗമനം. അതേസമയത്തിൽ 2 കാര്യം സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, സയൻസ് ആൻഡ് ടെക്നോളജി വളർന്നിട്ട് ലോകം മുഴുവൻ ഒന്നാണ്, ഗ്ലോബലായിട്ടൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാകാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം ലോകത്തെ ഉൾക്കൊള്ളുന്ന ഒരു തിരുത്തൽ സാധ്യമാണ് എന്നൊരവസ്ഥയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുണ്ടാക്കിയത് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അതേസമയത്ത് പരിസര മലിനീകരണം എന്ന് പറയുന്ന ഈ അബദ്ധം മുഴുവൻ ഉണ്ടാക്കിയതും സയൻസ് ആൻഡ് ടെക്നോളജി തന്നെയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ എവിടെ തിരുത്തണം എന്നുള്ള ചിന്ത, ഈ തിരുത്തൽ ചിന്തയാണ് ശരിക്ക് സൃഷ്ടിപരതയുടെ ആണിക്കല്ല്. ഒരു കാര്യം ഒരാൾക്ക് വേറെ ആളോട് പറയണമെങ്കിൽ ഒരു ആശ്ചര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ അതിലൊരു കണ്ടുപിടുത്തം ഉണ്ടാവണം, ഒരു തിരിച്ചറിവെങ്കിലും ഉണ്ടാവണം. അപ്പോൾ ഇതാണ് എല്ലാ കലയുടെയും എല്ലാ സൃഷ്ടിയുടെയും അടിസ്ഥാനമായ ചോദന. അപ്പോൾ നമുക്ക് ലോകത്തെ ഇനി നേരെയാക്കി എടുക്കാൻ ഒരു മാർഗമുള്ളത് ഇതാണ്: തിരിഞ്ഞു നോക്കി മുന്നോട്ട് പോവുക. പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ കഥ എഴുതിയത്, എന്തിനാണ് ആ കഥ എഴുതിയത്, എന്തിനാണ് ആ നോവൽ അങ്ങനെ എഴുതിയത്. കൃത്യമായി പറഞ്ഞാൽ എഴുതിയ ആൾക്ക് പലപ്പോഴും അത് നിശ്ചയം ഉണ്ടാവില്ല, എങ്കിലും ഏതാണ്ടൊരു ധാരണ, ഒരു വീക്ഷണം ഉണ്ടാവും. ആ വീക്ഷണമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഓരോ എഴുത്തുകാരനും ഈ ലോകത്തെ മാറ്റി തീർക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എഴുത്തുകാരൻ മാത്രമല്ല, ഓരോ കലാകാരനും, ജീവിച്ചിരിക്കുന്ന ഓരോ ജീവിയും ഈ ലോകത്തെ അതിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് അനുസരിച്ച് മാറ്റി തീർക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഈ ഹോർത്തൂസ് എന്തിനാണ് അവിടെ കൊണ്ടാടണമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ലോകത്ത് ഇന്നുള്ള സംഘർഷങ്ങളും വല്ലായ്മകളും ഇല്ലായ്മകളും ഒക്കെ അവസാനിച്ച് ആർക്കും വിശേഷിച്ച് പരസ്പരം വരുത്തി വയ്ക്കുന്ന ദുർഘടങ്ങളൊന്നും അനുഭവിക്കേണ്ട അവസ്ഥ ഇല്ലാതാവുമ്പോൾ ബുദ്ധിമുട്ട് പിടിച്ച എല്ലാ ജോലികളും ചെയ്യാൻ യന്ത്രങ്ങളുണ്ടാകുന്ന ഒരു കാലത്ത് നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഭൂമുഖത്തുണ്ടായാൽ പിന്നെ മനുഷ്യൻ എന്താ ചെയ്യുക എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒരു ഹോർത്തൂസ് എന്ന് പറയുന്നത്. ഹോർത്തൂസ് എന്ന വാക്കിന് പൂന്തോട്ടം എന്നാണ് അർത്ഥം, നമുക്കറിയാം. ഈ പൂന്തോട്ടം പോലെ ആകുമ്പോൾ മനുഷ്യന് അവൻ്റെ ഉള്ളിലുള്ള എല്ലാ സൃഷ്ടിപരങ്ങളായ വാസനകളും, കലകൾ, കായിക വിനോദങ്ങൾ, അതൊക്കെ ആസ്വദിച്ച് ജീവിക്കാനുള്ള ഒരവസരം ഉണ്ടാവും. ആ അവസരത്തിൽ മനുഷ്യൻ കഴിഞ്ഞുകൂടുന്നത് വളരെ കുറച്ച് സമയം ജോലിയും അതിലേറെ സമയം ഉത്സവപരമായ ആഘോഷവും ഒക്കെ വെച്ചുകൊണ്ടായിരിക്കും. ഒറ്റയ്ക്ക് ചെയ്യാവുന്ന കല, കൂട്ടമായിട്ട് ചെയ്യാവുന്ന കല, ഒറ്റയ്ക്ക് പാടാവുന്ന പാട്ട്, കൂട്ടമായിട്ട് പാടാവുന്ന പാട്ട്, വരയ്ക്കാവുന്ന ചിത്രം, ചെയ്യാവുന്ന ജോലികൾ, ഇങ്ങനെ കൂട്ടമായിട്ട് ചെയ്യാവുന്ന സന്തോഷകരങ്ങളായ കാര്യങ്ങൾക്ക് മനുഷ്യൻ്റെ ആയുസ് ചെലവാക്കാവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകും എന്ന കാലത്തിൻ്റെ ഒരു സ്വപ്നമാണ് നമ്മളീ കാണുന്ന ഹോർത്തൂസ് എന്ന് പറയുന്നത് എന്നാണ് മനോരമ ഇത് ആവിഷ്കരിച്ച ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന ആശയം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തിനാണ് ഈ മുൻപേ പറക്കുന്ന പക്ഷികൾ എഴുതിയത് ചോദിച്ചാൽ, ഒരു കാലത്ത് ഒരു നാട്ടിലെ സമൂഹത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ഈ ആത്യന്തികമായ നല്ല ഒരു കാലത്തിലേക്ക് എന്തുമാത്രം സഹായിക്കുന്നു എന്നറിയാനുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ്. ഇതൊരു കറക്ഷൻ ബൈ ഫീഡ്ബാക്കിനുള്ള ശ്രമമാണ്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ലോകത്തിലുണ്ടായ മാറ്റങ്ങൾ ഒരു നല്ല ലോകം ഉണ്ടാകാൻ എത്രത്തോളം സഹായിക്കും എന്ന അവലോകനമാണ് ഈ നോവലിൻ്റെ
നിർമ്മിതിക്ക് അർത്ഥം എന്ന് സാരം. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ വന്ന മാറ്റങ്ങളുടെ അവലോകനമാണ് രണ്ടാമത്തെ പുസ്തകം. മൂന്നാമത്തെ പുസ്തകവും നാലാമത്തെ പുസ്തകവും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിലൊക്കെ നമ്മുടെ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് കൂടി വരുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ മതങ്ങൾ, ഈ മതങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെയാണല്ലോ ലോകത്ത് ഈ പറയുന്ന സ്വപ്നഭൂമി സാധ്യമാകാതിരുന്നത് എന്ന ചിന്തയിൽ ഈ മതങ്ങൾക്ക് എന്താണ് പന്തികേട് എന്നോ അഥവാ നടപ്പിലാക്കുന്നതിലാണോ പന്തികേട് എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു ആവശ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്രത്യയശാസ്ത്രങ്ങൾ. ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ചിലർ പറയും അത് പിഴച്ചുപോയി, തെറ്റായിപ്പോയി. ചിലർ പറയും അത് ശരിയായി നടപ്പിലാകാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ സംഭവിക്കാത്തത്, ശരിയായി നടപ്പിലാക്കണം എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അതൊരു പരീക്ഷണമായിരുന്നു. ആ പരീക്ഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ട് കിട്ടിയ ഫീഡ്ബാക്ക് അത് മതിയാവില്ല എന്നാണ്. ഒന്നിനെയും കുറ്റം പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ വഴിയിൽ വരുന്ന ഫീഡ്ബാക്കുകളാണ്, അതിനുള്ള കറക്ഷൻസാണ് നമ്മൾ നടത്തി നോക്കിയതാണ്. ഒരു മതം കൊണ്ടൊരു കറക്ഷൻ നടത്തി നോക്കി മനുഷ്യ സമൂഹം, അത് ശരിയായില്ല എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം വേറൊരു മതത്തിൻ്റെ ആവശ്യം വന്നു, അടുത്ത മതത്തിൻ്റെ ആവശ്യം വന്നു, അടുത്ത മതത്തിൻ്റെ ആവശ്യം വന്നു, കമ്മ്യൂണിസത്തിൻ്റെ ആവശ്യം വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടും കാര്യം മുഴുവൻ ശരിയായില്ല എന്ന് വന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ലോകത്തെ ഒന്നായി കണ്ട് മറ്റൊരു സംവിധാനത്തിലേക്ക് പോകണം എന്ന ചിന്ത പരസ്യമായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന എന്ത് പണിയും, ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു സാധാരണ അച്ഛനാവട്ടെ അമ്മയാവട്ടെ, അത് തുടങ്ങി ഈ ലോകത്തുള്ള ഏറ്റവും വലിയ കല സൃഷ്ടിക്കുന്ന കലാകാരനാവട്ടെ, ഒക്കെ അനുഷ്ഠിക്കുന്നത് ഈ കറക്ഷൻ ബൈ ഫീഡ്ബാക്ക് എന്നുള്ള ഒരു അധിഷ്ഠാനത്തിലേക്കുള്ള പരിശ്രമമാണ്. അതാണ് എനിക്ക് പറയാനുള്ള പ്രാഥമികമായ കാര്യം. സാറ് പറഞ്ഞ് തുടങ്ങിയത് നോവലിനെ കുറിച്ചാണെങ്കിലും അത് പെട്ടെന്ന് കാലത്തിലേക്ക് എത്തി. ഇപ്പോൾ നിൽക്കുന്ന ഈ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്കാണ് സാറ് കൊണ്ടെത്തിച്ചത്, പറഞ്ഞു വന്നത്. സാറിൻ്റെ തന്നെ ഒരു നോവലിൻ്റെ ടൈറ്റിൽ കരൾ പിളരും കാലം എന്നാണ് വെച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ എല്ലാം അപഹരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മൂല്യങ്ങളാണെങ്കിലും ബന്ധങ്ങളാണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും പല മൂല്യങ്ങളും നമ്മുടെ മുമ്പിൽ നിന്ന് പതുക്കെ ചോർന്നു പോകുന്നത് കാണുന്നു. ഇവിടെ രാഷ്ട്രീയം, മതം, മറ്റ് പ്രശ്നങ്ങൾ എല്ലാത്തിനുമിടയിൽ എഴുത്തുകാരൻ്റെ റോൾ എന്താണ്? എഴുത്തുകാരൻ്റെ എന്ത് ചെയ്യാൻ പറ്റും? എഴുത്തുകാരൻ്റെ സ്റ്റാൻഡ് എന്താണ്? എഴുത്തുകാരൻ എന്ന് പറയുന്ന ജീവി അങ്ങനെ ഒരു സ്പെഷ്യൽ ജീവിയൊന്നുമല്ല. അയാൾ പാവം ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരെയും പോലെ ഒരാളാണ്. ഒരുപാട് മോഹങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്, ഒരുപാട് സന്തോഷത്തിനും ഒക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. ലോകത്തെ എല്ലാവരും അത് അനുഭവിച്ച് കാണാനുള്ള മോഹമുണ്ട്. എല്ലാ സ്പർദ്ധയും അവസാനിച്ച് കാണാനുള്ള ഒരു ആവേശമുണ്ട്. എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്നത് കാണാനുള്ളൊരു വലിയ പൂതി ഉണ്ട്. ഇതാണ് എഴുത്തുകാരന് ആകെയുള്ള, അധികമായിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉള്ള ഒരു വിശേഷം. അത് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരെ പോലെ മറ്റെല്ലാ ആവശ്യങ്ങളും മറ്റെല്ലാ പരാതികളും ബന്ധപ്പാടുകളും ഒക്കെയുള്ള ഒരു പാവം മനുഷ്യനാണ് ഈ എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരാൾ. നമ്മുടെ സമൂഹത്തിൽ പണ്ട് ഇവിടെ ഈ ജാതി മതമൊക്കെ നിലനിന്നുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് എഴുത്തും വായനയും അറിയുന്ന ആൾ വലിയൊരു മഹാനാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് കവി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അയാൾ ഈ ലോകത്തെ ഏറ്റവും അതിനേക്കാൾ വലിയ ആളില്ല എന്നൊക്കെ ഒരു ധാരണ. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് അബദ്ധം പറഞ്ഞാലും ചെയ്താലും വലിയ ആളാണല്ലോ എന്ന് വെച്ച് ശരിയാണെന്ന് പറയുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ലോകത്ത് മറ്റെല്ലാവരും ചെയ്യുന്ന ജോലി പോലെ ഒരു ജോലിയാണ് ഈ എഴുത്ത് എന്ന് പറയുന്നത്. കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു ശ്രദ്ധ, ആത്മാർപ്പണം ആവശ്യമായൊരു പണിയായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു അമ്മ ഒരു കുട്ടിയെ വളർത്തുന്നതിൽ ആവശ്യമായ ആത്മാർപ്പണത്തിൽ കൂടുതൽ ഒരു തുള്ളിയും ഒരു എഴുത്തുകാരൻ്റെ ജോലിയിൽ അവൻ ആവശ്യപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എഴുത്തുകാരന് വിശേഷമായിട്ട് ഒരു പങ്ക്, ചുമതല ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. എന്ത് കാര്യത്തിലും നമ്മുടെ നാട്ടിൽ കാണാം, സാംസ്കാരിക നേതാക്കന്മാരോട് എന്തായി സാംസ്കാരികം, എന്തായി നേതൃത്വം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്ത് കാര്യമുണ്ടെങ്കിലും എവിടെയെങ്കിലും വഴിയിലൊരു പട്ടി ചത്ത് കിടന്നാൽ അതിനും ഒരു സാംസ്കാരിക നായകൻ്റെ ഒരു കമൻറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ വരാറുണ്ട്. ഞാൻ പറയും, വേണ്ട, പട്ടി ഭാവം അവിടെ കിടന്നോട്ടെ, ഞാൻ കണ്ടാൽ ഞാൻ എടുത്തു മാറ്റിക്കോളാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും എടുത്തു മാറ്റാം. അതിന് സംയുക്തമായിട്ട് 10 എഴുത്തുകാർ ഒരു പ്രസ്താവന ഇറക്കേണ്ട ഒരു കാര്യമില്ല, ഇറക്കിയിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാനില്ല എന്ന് പറയാറാണ് പതിവ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എഴുത്തുകാരന് ഈ നാട്ടിൽ ഞാനൊരു 86 വർഷമായി ജീവിച്ചു പോരുന്ന ആളാണ്. മറ്റു മനുഷ്യരെ അപേക്ഷിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്, അധിക പ്രാധാന്യമുണ്ട്, ഒരു കിരീടമുണ്ട്, സിംഹാസനമുണ്ട് എന്നൊക്കെ ധരിച്ച് വശായാൽ രണ്ട് കൂട്ടർക്കും അപകടമാണ്. എഴുത്തുകാരനും അപകടമാണ്, സമൂഹത്തിനും അപകടമാണ്. അതുകൊണ്ട് അത് നമുക്ക് വേണ്ട.
സാർ, വ്യക്തിപരമായിട്ട് ഞാനും ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ കാണുന്നത് അങ്ങനെയല്ല. പലപ്പോഴും എഴുത്തുകാർ തന്നെ വിചാരിക്കുന്നത് നമ്മൾ സംസ്കാരത്തിൻ്റെ കാവലാളാണ്, ഇത് സംസ്കാരം മുഴുവൻ ഇത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് മാറി മാറി വരുന്ന ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുക, അംഗീകാരങ്ങൾ നേടുക. ഒരുപക്ഷെ പൊതുജനം അവർക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് കൊടുക്കുന്നു എന്ന് എഴുത്തുകാർ തെറ്റിദ്ധരിക്കുന്നുണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അത് ഒരു എഴുത്തുകാരന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എന്താ പ്രദീപ്? എഴുത്തുകാരന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് സ്വാതന്ത്ര്യമാണ്. എനിക്ക് ശരി എന്ന് തോന്നുന്നത് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് എനിക്ക് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം. ഞാൻ ഏതെങ്കിലും ഒരു ചുവരിൽ ചാരി നിന്നാൽ എനിക്ക് ആ സ്വാതന്ത്ര്യമില്ല. എനിക്ക് ചാരാൻ ഒരു ചുമര് വേണ്ട എന്ന അവസ്ഥയിൽ മാത്രമാണ് എനിക്ക് നേരെ ചൊവ്വേ നിൽക്കാൻ പറ്റുക. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗീയതയുടെ കൂടെ കൂടിയാൽ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ചക്രവാളം അത്രയും ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് നേരെ. മനുഷ്യൻ ഒന്നാണ് എന്ന് കരുതാതിരുന്നാൽ പിന്നെ എഴുത്ത് ഒന്നാണ് എന്ന് കരുതാൻ പറ്റില്ല. അതുകൊണ്ട് എഴുത്തുകാരന് വിശേഷിച്ച് ഒരു വിഭാഗീയതയും ഇല്ല എന്നുള്ളത് സത്യം. ഇപ്പോൾ നോക്കൂ, നമ്മുടെ നാട്ടിൽ നമ്മൾക്ക് ഏറ്റവും നല്ലൊരു ഭരണഘടന ഇല്ലേ? ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ആ ഭരണഘടന കൊണ്ട് ഇന്ന് വരെ നമ്മൾ ഭരിച്ചിട്ട് ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ കേന്ദ്രത്തിലോ വോട്ടർമാരുടെ ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയുള്ള ഒരു സർക്കാർ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ആദ്യകാലത്തൊക്കെ വല്ലതും 10-20% പേരാണ് ആകെ പോൾ ചെയ്യാൻ വരിക. വോട്ടർമാരുടെ 1-2-3 സ്ഥാനാർത്ഥി ഉണ്ടാകും. അപ്പോൾ ഒരു 10% കൂടുതൽ വോട്ട് കിട്ടിയ ആൾ ജയിക്കും. ഇന്ത്യ രാജ്യം ഭരിച്ചത് ആകെ വോട്ടർമാരുടെ 10% ഭൂരിപക്ഷത്തിൻ്റെ പുറത്താണ്. സംസ്ഥാനങ്ങളിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ജാതി മതമൊക്കെ വർദ്ധിച്ച് പാർട്ടികൾ വർദ്ധിച്ച് എണ്ണം കൂടിയപ്പോൾ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടി, വോട്ടിൻ്റെ ശതമാനം കൂടിയിട്ടും ഈ പറയുന്ന ഭൂരിപക്ഷത്തിൻ്റെ ശതമാനം കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. ഏതാണ്ട് 30-20-32% വോട്ടാണ് ആകെ ഭൂരിപക്ഷം കിട്ടുന്ന സർക്കാരിൻ്റെ പുറകിലുള്ളത്. മനസ്സിലായില്ലേ? ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനങ്ങളുടെ ഒരു അഭിപ്രായവും ഇതുവരെ ഇന്ത്യ ഭരിക്കുന്നതിൽ വന്നിട്ടില്ല. വരാൻ സമ്മതിക്കില്ല നമ്മുടെ ആളുകൾ. അതിൻ്റെ കാരണം ഇത്രയും വിഭാഗീയമായ കക്ഷികളുണ്ടാക്കി വെറുതെ ആവശ്യമില്ലാതെ സംഘം തിരിഞ്ഞ് പരസ്പരം മത്സരിച്ച് തല്ലിയും കൊന്നും പിടിച്ചും കുത്തിയും സംഘർഷം ഉണ്ടാക്കി ജനജീവിതം നരകമാക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ അവസാനിപ്പിക്കണമെങ്കിൽ ആകെ നമുക്ക് വേണ്ടത് നമ്മുടെ അവബോധമാണ്. ഇതിപ്പോൾ ഇന്ത്യ രാജ്യത്തെ കാര്യം മാത്രമല്ല, ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ ഭൂരിപക്ഷത്തിന് നിർണായകമായ അധികാരമുള്ള ഒരു ലോക സർക്കാർ ഉണ്ടാകുന്ന കാലത്ത് മാത്രമല്ലേ നമ്മുടെ പ്രശ്നം അവസാനിക്കൂ. നമ്മളിതിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വിഭാഗീയത ഉണ്ടോ അത്രയും മെച്ചം എന്നാണ്. വിഭാഗീയത ഉണ്ടാവണമെങ്കിൽ ഞാനൊരാളുടെ കൂടെ നിൽക്കണം, അപ്പോഴാണ് ഞാൻ ആ വിഭാഗത്തിലാവുക. അങ്ങനെ വരുമ്പോൾ എൻ്റെ നിൻ്റെ എന്നല്ലാതെ നമ്മുടെ എന്നൊരവസ്ഥ ഇല്ലാതെ പോവുകയാണ്. ഇത് ആദ്യം മനസ്സിലാക്കേണ്ട ആളെ എഴുത്തുകാരനല്ലേ. ഒരു കാര്യം മറ്റേ കാര്യത്തേക്കാൾ ഇത്തിരി ശരിയാണെന്ന് നമുക്ക് തോന്നാം, ആ കാര്യം നമുക്ക് പറയാം. പക്ഷേ അത് ഈ മറ്റേ കാര്യത്തിൻ്റെ കൂടെ അടിമയായി നിൽക്കുന്ന ഒരവസ്ഥയിലായി പോകരുത്. ശരിയല്ല. അതിന് ആ കാര്യത്തിലുണ്ടാവും വേറെ പുരോഗമിക്കാനുള്ള ആവശ്യകതയും ന്യായവും അവസരവും ഒക്കെ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിമയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിർണായകമായ ഒരു അഭിപ്രായം പറയാൻ പറ്റാതെ വരും. സ്വാതന്ത്ര്യം എന്നുള്ളത് എപ്പോഴാണോ എഴുത്തുകാരൻ കളഞ്ഞു കുളിക്കുന്നത്, അത് എത്ര മോഹനമായ ആശയത്തിൻ്റെ പേരിലായാലും എത്ര സുന്ദരമായ സ്വപ്നത്തിൻ്റെ പേരിലായാലും വേറൊരു മനുഷ്യൻ്റെ അസ്തിത്വത്തിൽ നിന്ന് ഞാൻ അന്യനാണ് എന്നൊരു വിഭാഗീയത എന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ ഞാൻ എത്തിപ്പെട്ടാൽ പിന്നെ ഞാനെന്താ എഴുത്തുകാരനാണ്? ഞാനിങ്ങനെ എഴുത്തുകാരനാവുക? ആവില്ലല്ലോ. കാരണം ഞാൻ എഴുത്തുകാരനാവണമെങ്കിൽ ഞാൻ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളെയും എല്ലാ ചരാചരങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരാളായേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല. അതിന് കോംപ്രമൈസ് വരുമ്പോൾ എൻ്റെ എഴുത്തിനാണ് കോംപ്രമൈസ് വരുന്നത്, സംശയമൊന്നും വേണ്ട. സാർ, അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ മറ്റു ഓപ്ഷൻ ഇല്ല. ഇപ്പം ഒരു ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഓരോ പ്രാവശ്യവും ഇലക്ഷന് പോളിംഗ് ബൂത്തിൽ മണിക്കൂറുകളോളം കാത്തു നിന്ന് വോട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ രാജാധികാരം ഉപയോഗിച്ചു, മഹത്തായ ജനാധിപത്യ പ്രക്രിയയിൽ ഞാൻ പങ്കാളിയായി എന്ന് അഭിമാനിക്കുകയാണ് ജനങ്ങൾ. ഇവരുടെ പ്രതീക്ഷ എന്താണ്? ഇവരുടെ വിചാരം ഇവർ ശരിക്കും ജനാധിപത്യത്തിൽ ഇവർ പങ്കാളിയായി എന്നുള്ളതാണ്. സത്യത്തിൽ അതല്ല. അവരുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ അവർക്ക് ഒന്നുകിൽ വോട്ട് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ചെയ്തില്ലെങ്കിൽ അരാഷ്ട്രീയവാദിയായി, അത്രയേ ഉള്ളൂ. അവരുടെ സ്റ്റാറ്റസ് എന്താണ്? അവരുടെ മുമ്പിലുള്ള പ്രതീക്ഷ എന്താണ്? അതായത് ഈ കക്ഷി രാഷ്ട്രീയ ജനാധിപത്യം എന്നുള്ളത് സെൽഫ് ഡിഫീറ്റിംഗ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കാറില്ല.
ജനാധിപത്യം എപ്പോഴും എല്ലാ ആളുകളുടെയും കൂടെ ജനാധിപത്യമായിരിക്കണം. അത് വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് വന്നത് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു ജനകീയ ജനായത്ത പഞ്ചായത്തായിരുന്നു. അതായത് പാർട്ടിയില്ല. പാർട്ടി ഡെമോക്രസി എന്ന് പറയുന്ന കക്ഷി രാഷ്ട്രീയ ജനായത്തമാണ് അപകടം. പ്രശ്നമില്ല. ഇപ്പോൾ നമുക്ക് വോട്ട് ചെയ്യാൻ പോയി, ഇപ്പോൾ നമ്മുടെ വോട്ട് നോക്കൂ, എത്ര ആളുകളാണ് എന്തോ ഒരു ഫോറം ഫില്ല് ചെയ്യാൻ വേണ്ടി. എൻ്റെ വീട്ടിലും കൂടി നടക്കേണ്ട ആളുകൾ ഇങ്ങനെ രാവിലെ വരും, വൈകുന്നേരം വരും, ഉച്ചയ്ക്ക് വരും, ഫോറം ഫില്ല് ചെയ്തില്ല. അപ്പോൾ ഈ ഫോറത്തിലെ അക്ഷരങ്ങൾ 86 വയസ്സായി എനിക്ക് വായിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല 10 വയസ്സായ കുട്ടിക്ക് പോലും കണ്ണിൽ പിടിക്കില്ല, അത്ര ചെറിയ അക്ഷരങ്ങളാണ്. ഈ ഫോറം മുഴുവനും MCP നമ്പർ പറയാൻ പറഞ്ഞു. എന്താ MCP? ആർക്കായി MCP അറിയാം? ഞാൻ ആലോചിക്കായിരുന്നു, എന്തുകൊണ്ട് നമുക്ക് ഈ ആധാർ കാർഡ് വോട്ടേഴ്സ് ലിസ്റ്റുമായിട്ട് കപ്പിൾ ചെയ്യാൻ പാടില്ല? ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ആധാർ കാർഡുണ്ട്. ആധാർ കാർഡ് വോട്ടേഴ്സ് ലിസ്റ്റാക്കി കപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ, ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ആധാർ കാർഡും കൊണ്ട് ഒരു പോളിംഗ് ബൂത്തിൽ പോയാൽ എവിടെയായാലും കൊള്ളാം, ഈ ഇന്ത്യ രാജ്യത്തുള്ള ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ഒരിക്കലും ആ നമ്പർ കുത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് അവൾ ഇൻപുട്ട് ചെയ്തിട്ട് അതിനെ ഡൗൺലോഡ് ചെയ്ത് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ നമ്പറിൽ ലോകത്ത് ആർക്കും വോട്ട് ചെയ്യാൻ പറ്റില്ല. ലോകം മുഴുവനുള്ള അമേരിക്ക പോലുള്ള നാടുകളിലൊക്കെ തന്നെ ഈ ഒരു ഇൻഡെക്സ് നമ്പർ വെച്ചിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. ഒറ്റ മിനിറ്റ് കൊണ്ട് ആകെ വോട്ടിങ് കഴിയും. ഈ കണ്ട പെട്ടികളും ഈ കണ്ട യന്ത്രങ്ങളും ഒന്നും ആവശ്യമില്ല, ഒരു കാര്യമില്ല. അത് നടുവിൽ സെൻട്രലിൽ ഇരിക്കുന്ന ഒരു സെൻട്രൽ കമ്മിറ്റി, ഒരു കമ്പ്യൂട്ടർ ഈ വോട്ടിംഗ് കഴിയുന്നതോടുകൂടി റിസൾട്ട് ഡിക്ലെയർ ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് എവിടെ ഏത് ഭാഗത്ത് പോയാലും, ഇപ്പോൾ നാളെ കേരളത്തിൽ ഇലക്ഷൻ വരുമ്പോൾ അസംബ്ലിയിൽ എനിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യാനുള്ള സ്ഥാനാർത്ഥിക്ക് എവിടെ പോയിട്ട് വോട്ട് ചെയ്യാം. അവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം, ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ പാർട്ടി എന്ന് പറയുന്ന സംഗതിയാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി തീർക്കുന്നത്. പാർട്ടി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരിൽ നിന്ന് വേറൊരു പാർട്ടിയാണല്ലോ, അതാണ് പ്രശ്നം. നമുക്കൊരു ജനകീയ ജനാധിപത്യം എന്ന് പറയുന്നത് പാർട്ടിലെസ് ആയേ മതിയാവൂ. ഇത് ഒരു പാർട്ടിക്കാർക്കും ഇഷ്ടാവില്ല എന്നുള്ളതുകൊണ്ട് എന്നെ ആർക്കും ഇഷ്ടമല്ല, അത് വേറെ കാര്യം. വേണ്ട, എന്നെ ആർക്കെങ്കിലും ഇഷ്ടമാവണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, എൻ്റെ വായനക്കാർക്ക് ഒഴിച്ച്. അത് എന്തായാലും ഉണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്. ഞാൻ സത്യം പറയുമ്പോൾ അവരത് അംഗീകരിക്കുന്നുണ്ട്, അവർക്ക് അതിനോടൊരു യോജിപ്പുണ്ട് എന്നൊരു കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. സാറ് സാഹിത്യത്തിലേക്ക് വന്നതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിഴൽപ്പാടുകൾ ആദ്യത്തെ ഓഡിയോ ബുക്കാണ്. അന്ന് അധികം പരീക്ഷണങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് മറ്റ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നോവലും കഥകളൊക്കെ റെക്കോർഡ് ചെയ്യുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് തന്നെ തുടക്കത്തിൽ തന്നെ സാറിന് അങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നിരുന്നു. എന്നിട്ട് ഓഡിയോ ബുക്കായി അത് റെക്കോർഡ് ചെയ്ത് സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്യുകയും അതങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ആശയം എങ്ങനെയാണ് വന്നത് എന്നുള്ളതാണ്. ഇതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് എഴുത്ത് എന്ന് പറയുന്ന, അച്ചടി എന്ന് പറയുന്ന, വായന എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള സാങ്കേതികമായ സൗകര്യങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള സൗകര്യങ്ങൾ അത് വളരെ വലുതാണ്. എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്ത് ഒരു മഷ് കുപ്പിയും ഒരു സ്റ്റീൽ പെന്നുമായിട്ടാണ് സ്കൂളിൽ പോകാറ് പതിവ്. കുപ്പായത്തിലൊക്കെ മഷിയുണ്ട്. അതിനു മുമ്പ് സ്ലേറ്റിലും പെൻസിലുമായിരുന്നു. പിന്നെ ഒരു കടലാസ് പെൻസിൽ വന്നു. പിന്നെ ഒരു ഫൗണ്ടൻ പെൻ. ആദ്യം വന്നത് ഒരു മഷി മുക്കി എഴുതാവുന്ന ഒരു സ്റ്റീൽ പെന്നാണ്, ഒരു നിബ്ബ് വെച്ചിട്ട് എഴുതാവുന്നത്. പിന്നെ വന്നത് ഒരു ഫൗണ്ടൻ പെനയാണ്, അത് ലീക്ക് അടിക്കും, അതുകൊണ്ട് ഷർട്ടിൻ്റെ മുഴുവൻ മഷിയായിട്ടുണ്ടാവും. പിന്നെ ഈ ബോൾ പെൻ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ വന്നു. പിന്നെ ഇപ്പോൾ മൊബൈൽ ഫോൺ വന്നു. ഞാനിപ്പോൾ എഴുതുന്നില്ല, ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിന് ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്ത് കൊടുക്കും, കമ്പ്യൂട്ടർ എഴുതിയെടുക്കും, ഞാൻ എഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ 86 വയസ്സായ എനിക്ക് ഇപ്പോൾ എഴുതാനുള്ള സൗകര്യം ആരാ തരുന്നത്? സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പോൾ എഴുത്തിൻ്റെ നിർവഹണത്തിൽ ഒരുപാട് സഹായങ്ങൾ അച്ചടിയുടെ കാര്യത്തിലൊക്കെ നോക്കിക്കോളും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പുസ്തകം ഇംഗ്ലീഷിൽ അച്ചടിക്കുന്ന പുസ്തകം ഞാൻ അവിടുന്ന് Amazon.com അയച്ചു കൊടുത്താൽ അവർ ആ പുസ്തകത്തിൻ്റെ ഒരു 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 ഫയൽ കോപ്പി കമ്പ്യൂട്ടറിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ലോകത്തെ എവിടെ ഇരിക്കുന്ന ഒരാൾ ഒരു പുസ്തകം ആവശ്യപ്പെട്ടാലും ആ ഒരു പുസ്തകം അവർ ഇ ബുക്കായോ ടോക്കിംഗ് ബുക്കായോ പ്രിൻ്റ് ബുക്കായോ പ്രൊഡ്യൂസ് ചെയ്ത് ആ ആൾക്ക് കൊടുക്കും. കുറേ കോപ്പി അടിച്ചിങ്ങനെ ബുക്ക് സ്റ്റോളിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നർത്ഥം. ഒരിക്കലും ബുക്ക് ഔട്ട് ഓഫ് പ്രിൻ്റ് ആവില്ല. ഈ ഒക്കെ സൗകര്യങ്ങളൊക്കെ ഒരു മലയാള പുസ്തകമാണെങ്കിൽ അത് മലയാളം ലിപിയിൽ തന്നെ അതിനെ ഇ ബുക്കായിട്ട് ലോകത്ത് എവിടെയും കിട്ടത്തക്ക രൂപത്തിൽ അവർ ഒരു സെക്കൻഡേ വേണ്ടി എനിക്ക് ആ പുസ്തകം കിട്ടാൻ ഞാൻ ബുക്ക് സ്റ്റോളിൽ പോകേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള എല്ലാ സൗകര്യവും എഴുത്തുകാരുടെയും വായനക്കാരുടെയും വലിയ സഹായത്തിനായിട്ട് ഉണ്ടാക്കിയത് സയൻസ് ടെക്നോളജിയാണ്. ഇത് അതിൻ്റെ നിർവഹണത്തിലെ പ്രസിദ്ധീകരണം, വായന, എഴുത്ത് എന്നൊക്കെ തുടങ്ങിയ പ്രാരബ്ധങ്ങൾക്കുള്ള പരിഹാരമായിട്ട് സയൻസ് ഉണ്ടാക്കി തന്ന കാര്യമാണ്. അതേസമയത്ത്
എഴുത്തിൻ്റെ പ്രാഥമികമായ ലെവലിൽ എഴുതുക എന്നുള്ള കാര്യത്തിന് വിശേഷിച്ച് ഒരു പരീക്ഷണത്തിൻ്റെയും ആവശ്യമില്ല. ദിലീപിനൊരു കാര്യം പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാൻ അതിനെന്തിനാ ഒരു പരീക്ഷണം? നേരെ ചവയ്ക്ക് പറഞ്ഞാൽ പോരെ. ഏറ്റവും കുറച്ച് വാക്കുകളിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് ഏറ്റവും അലവസരം കുറഞ്ഞ രീതിയിൽ എന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ അതിൽ കൂടെയും ദിലീപിന് ആ കാര്യം പറയാൻ കഴിയുക എന്നുള്ളതാണ്. അത് ദിലീപിൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു പ്രോഡക്റ്റാണ്. അതിന് സയൻസും ടെക്നോളജിയും ഒന്നുമില്ല, വെറുതെ വിചാരിക്കുക. അതുകൊണ്ട് ഞാൻ ഈ എഴുതാൻ തുടങ്ങിയ കാലം തൊട്ട് ലോകത്തിൽ എന്തൊക്കെ പ്രസ്ഥാനങ്ങളുണ്ട് എഴുത്തിൽ എന്ന് ചിന്തിച്ചിട്ടേ ഇല്ല, ഒരു ആവശ്യമില്ല. ആകെ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ. എനിക്കൊരു കാര്യം പറയാനുണ്ടാവണം, അത് കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമുള്ളതായിരിക്കണം, അവർക്ക് പ്രയോജനമുള്ളതായിരിക്കണം, എനിക്ക് സമാധാനം കിട്ടുന്നതായിരിക്കണം, ആശ്വാസം ഉണ്ടാകുന്നതായിരിക്കണം. ഇത്രയും നടക്കുന്നുണ്ടെങ്കിൽ അത് എഴുത്താണ്. അത് എന്ത് പ്രസ്ഥാനമാവാം, പുരോഗമനമാവാം, അധോഗമനമാവാം, എന്തായാലും പറയുക, നൂതനമാവാം, അതിനൂതനമാവാം, എന്തുമാവാം. എന്തായാലും അത് ഈ പറയുന്ന ധർമ്മം നിർവഹിക്കുന്നില്ല എങ്കിൽ അത് എഴുത്തല്ല, സംശയമൊന്നുമില്ല കാര്യത്തിൽ. അങ്ങനെയെങ്കിൽ സാറിൻ്റെ എഴുത്തിനെ സഹായിച്ചത് ശാസ്ത്രകൃതികളാണോ അതോ സമൂഹമാണോ അതോ മറ്റ് എഴുത്തുകളാണോ, മുമ്പ് വായിച്ച പുസ്തകങ്ങളാണോ? അങ്ങനെയാണെങ്കിൽ അനുഭവങ്ങളുണ്ട് തീർച്ചയായിട്ടും. അതിനോടൊപ്പം തന്നെയും സാറ് സയൻസിൽ തന്നെ എന്തിനും ഒരു ലോജിക്കലായിട്ടുള്ളൊരു സപ്പോർട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണല്ലോ. സയൻസ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുക മീൻസ് ആ സെൻസ് അല്ല ഞാൻ പറയുന്നത്, അത് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ദിലീപിനെ ഒരു വല്ലപ്പോഴും ആലോചന പോയിട്ടുണ്ടോ? ദിലീപിനെ ജീവിക്കാൻ, ജോലി ചെയ്യാൻ, എഴുതാൻ, വായിക്കാൻ ഒക്കെ സഹായിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യനെ, അയാൾ എന്ത് ജോലി ചെയ്യുന്ന ആളായാലും ശരി, ചെയ്യാത്ത ആളായാലും ശരി, ഓരോ നിമിഷവും ജീവിച്ചിരിക്കാൻ സഹായിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രകൃതിയാണ്. അതിന് യാതൊരു വിവാഹിതയില്ല. വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു കാര്യം അതാണ്. ലോകത്ത് എവിടെയുള്ള, പ്രപഞ്ചത്തിൽ എവിടെയുള്ള, ഏത് താരാപഥത്തിലുള്ള, ഏത് നക്ഷത്രത്തിന് ചുറ്റുമുള്ള, ഏത് ഉപഗ്രഹത്തിലുള്ള, ഏത് ജീവിക്കും വരുന്ന, അല്ലെങ്കിൽ ഏത് അണുവിനും വരുന്ന എന്ത് മാറ്റവും എന്നെ ബാധിക്കുന്നു. ഈ ഒരു അവബോധം നമ്മളെ നയിച്ചുകൊണ്ട് പോകണം. അപ്പോൾ എന്താണ് എഴുത്തിനെ സഹായിക്കുന്നതെന്ന് ചോദിച്ചാൽ, എഴുത്തിനെ സഹായിക്കുന്നത് ഈ പ്രകൃതിയിലുള്ള എൻ്റെ വിശ്വാസമാണ്. പ്രകൃതിയിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? എൻ്റെ അമ്മയിലും തുടങ്ങുന്നു, ചുറ്റുവട്ടത്തേക്ക് പോകുന്നു, ലോകത്തേക്ക് വ്യാപിക്കുന്നു, സമൂഹത്തിലേക്ക് പോകുന്നു. അങ്ങനെ അത് പരന്ന് വിശ്വം മുഴുവൻ വ്യാപിക്കുന്ന ഒരവസ്ഥയിലെത്തുമ്പോഴാണ് ഞാനൊരു യഥാർത്ഥമായ ജീവിയായിട്ട് മാറുന്നത്. ഒരു അന്വേഷണം സാറിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട് അല്ലേ? നടന്നുകൊണ്ടേയിരിക്കും. കോമൺ ആയിട്ട് പറഞ്ഞാണ് എല്ലാവരിലും. എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും അങ്ങയുടെയും മനസ്സിലുണ്ട്. ഇല്ല എന്ന് പറയാ ചിലപ്പോൾ നമ്മൾ അറിയുന്നുണ്ടാവില്ല. പക്ഷേ ഈ അവബോധം അതുണ്ട് അവിടെ, സംശയമൊന്നും വേണ്ട. നമ്മളത് എങ്ങനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത്, അതുമായിട്ട് ബന്ധം നമുക്ക് എത്രയുണ്ടെന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ വികാസത്തിൻ്റെയും നേട്ടങ്ങളുടെയും ഒരു അളവാണ്. അത് വേറെ ഒരു കാര്യം. ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ എനിക്ക് മരിച്ചു പോവാം, മനസ്സിലായില്ലേ? പക്ഷെ അറിയുന്തോറുമാണ് ഇതിൻ്റെയൊക്കെ ഭാഗമായി മാറുന്നത്. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ, പ്രകൃതിയുടെ ഒരു ഭാഗമായി മാറണമെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടെന്നും അത് എന്നെ ബാധിക്കുന്നതാണെന്നും ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പൊക്കിൽ കൂടി ഓരോന്നുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണെന്നും ഞാൻ അറിഞ്ഞിരിക്കണം, ഞാൻ അനുഭവിച്ച് അറിഞ്ഞിരിക്കണം. വെറുതെ വായന കൊണ്ട്, വിജ്ഞാനം കൊണ്ട് അറിഞ്ഞാൽ പോരാ, ഒരു അനുഭവമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാനൊരു മരത്തിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ചമരോടത്തുള്ള വീട്ടിൽ നോക്കാറുണ്ട്. 4 വൃക്ഷം ഉണ്ടെങ്കിൽ, 4 തെങ്ങുണ്ടെങ്കിൽ, ഞാൻ രാവിലെ പോയി തൊടുന്ന ഒരു മരം അത് കൂടുതൽ ഫലം തരും. സംശയം ചെയ്ത് നോക്കൂ. ഒരുപാട് ജീവികളുടെ കൂട്ടത്തിൽ നമ്മളൊരു പട്ടിയെയോ ഒരു പൂച്ചയെയോ വളർത്തുന്നു അല്ലേ? നമ്മളതിനെ കാണുമ്പോൾ അതിന് നമ്മളോടുള്ള മമതയില്ലേ? എങ്ങനെയുണ്ടായി? ഇത് അതിൻ്റെ ഉള്ളിൽ അതില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഈ മരത്തിന് എന്നോടുള്ള സ്നേഹം എനിക്ക് അറിയാൻ കഴിയില്ലെങ്കിൽ എനിക്കത് ലഭിക്കില്ല. അപ്പോൾ ഈ അവബോധമാണ് നമുക്ക് അനുഭവം ഉണ്ടാക്കി തരുന്നത്. അനുഭവമാണ് അവബോധം ഉണ്ടാക്കി തരുന്നത്. ഈ ഇൻ്ററാക്ഷനിൽ ഒരു വലിയ പാരസ്പര്യമുണ്ട്. ഈ പാരസ്പര്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് എഴുത്ത് എപ്പോഴും ആലോചിക്കുന്നത്. ലോകത്തെ എവിടെയുള്ള ഏത് എഴുത്തുകാരും അങ്ങനെയായിരുന്നു. അങ്ങനെ അല്ലാത്ത എഴുത്തുകൊണ്ട് എന്ത് പരീക്ഷണമായാലും എന്ത് മാങ്ങാത്തൊലിയായാലും ഒരു കാര്യമില്ല. പരീക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറമേ നമ്മൾ കാണുന്ന ഒരു ഫോർമാറ്റിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഉള്ളിൽ നമ്മൾ എന്ത് പറയുന്നു എന്നതിന് തന്നെയാണ് പ്രസക്തി വരുന്നത്. തീർച്ചയായിട്ടും പരീക്ഷണം എന്നുള്ള വാക്ക് വലിയൊരു അപകടമാണ്. പറഞ്ഞോളൂ. ഇപ്പം ഭയങ്കര അപകടമാണ്. കാരണം പണ്ടാരണ്ട് പറഞ്ഞ പോലെ പരീക്ഷണം കൊണ്ട് പരീക്ഷകൻ മരിച്ചുപോയ കഥയുണ്ട് പലപ്പോഴും.
ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കിയവർക്ക് പറ്റിയത് അതാണ്. പരീക്ഷണം കൊണ്ട് മനുഷ്യരാശി നശിച്ചു പോയി. അപ്പോൾ പരീക്ഷണം എന്തിനു വേണമെന്ന് നിശ്ചയിക്കുന്നത് വേറെ ഒരു പരീക്ഷണമാണ്. ആ പരീക്ഷണം മനുഷ്യൻ്റെ മാനസികമായ വികാസത്തിൻ്റെ, ആത്മാർത്ഥതയുടെ ഒക്കെ ഒരു ഭാഗമാണ്. അവിടെയാണ് ഈ പച്ചയാണ് ഈ എഴുത്തിൻ്റെ മണ്ഡലം. അത് വാസ്തവത്തിൽ സയൻസിനും ടെക്നോളജിക്കും കൃഷിപ്പണിക്കും വ്യവസായത്തിനും ഒക്കെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. അങ്ങനെ അതിനെ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന നോവലിനെ കുറിച്ചും പരാമർശിക്കാതെ ഈ സെഷൻ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും സാറിൻ്റെ അന്വേഷണങ്ങൾക്കിടയിൽ ഒരു ഘട്ടത്തിൽ സാർ എത്തിയ ഒരവസ്ഥയിലാണ് ആ നോവൽ എഴുതിയത്. ഒരുപാട് ഇൻ്റർവ്യൂസിൽ സാർ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ സെഷനിൽ ആ നോവലിൻ്റെ എഴുത്തനുഭവം കുറഞ്ഞ വാക്കുകൾ പറഞ്ഞാൽ നന്നായിരുന്നു. എന്ത് എഴുതുമ്പോഴും നമുക്ക് ഒരു അനുഭവം, ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ മലയാളം, ഇതെങ്ങനെ ഉണ്ടായി? ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനൊരു ഭാഷയില്ല. നമ്മളിപ്പോൾ എഴുതുന്ന മലയാള ഭാഷയിൽ, വായിക്കുന്ന മലയാള ഭാഷയിലുള്ള ആദ്യ കൃതി 1524 ഉള്ളൊരു പുസ്തകമാണ്. അത് ഒരു ബൗദ്ധ കൃതിയുടെ മലയാള പരിഭാഷയാണ്. അതാണ് ഈ ട്രിവാൻഡ്രത്തുള്ള ലൈബ്രറിയിലുള്ള ഏറ്റവും പഴയ മലയാള ലിപിയിലുള്ള പുസ്തകം. മലയാളം എന്നൊരു ഭാഷയ്ക്ക് രൂപം കൊടുത്തത് എഴുത്തച്ഛൻ എന്ന ഒരു മഹാനുഭാവനായ മഹാകവിയാണ്. അത് നമ്മൾ എന്തിനു ഓർക്കണമെന്ന് ചോദിച്ചാൽ 2-3 കാര്യമുണ്ട്. ഒന്ന്, ഈ മലയാള ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തുള്ള ഏത് ശബ്ദവും ഉൾക്കൊള്ളാൻ മലയാള അക്ഷരങ്ങൾ ശരിയായി എഴുതാനും ഉച്ചരിക്കാനും പഠിച്ച ആൾക്ക് സാധിക്കും. അതിന് ഈ ഭാഷയുടെ ശാസ്ത്രജ്ഞന്മാർ പറയണത് എല്ലാ ഫൊണീമും ഉച്ചരിക്കാൻ മലയാള അക്ഷരവും കൂട്ടക്ഷരവും പഠിച്ച ആൾക്ക് കഴിയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഇത്രയേറെ മിമിക്രിക്കാരുണ്ടായത് മലയാള ഭാഷയാണ് കാരണം എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ നാളെ ബംഗാളിലോ കൽക്കട്ടയിലോ രാജസ്ഥാനിലോ എവിടെ പോയാലും, അന്യനാടുകളിൽ യൂറോപ്പിലോ ഇംഗ്ലണ്ടിലോ പോയാലും അവിടെ ചെല്ലുന്ന ആൾ ഒരു 2-3 മാസം കൊണ്ട് അവിടുത്തെ ഭാഷ അവിടുത്തുകാരേക്കാൾ ഭംഗിയായി സംസാരിക്കും. നോക്കിയിട്ടോ, വിദ്യാഭ്യാസമൊന്നും വേണ്ട. നേരെ മറിച്ച് ഗുജറാത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ കൊച്ചിയിൽ കച്ചവടമായിട്ട് വന്ന 5-6 തലമുറ മുമ്പ് വന്ന ആൾക്കാരുണ്ട്. അവർ അസ്ഥിരമായിട്ട് മലയാളം പറയും, പക്ഷെ അവർ വാ തുറന്നാൽ നമുക്ക് മനസ്സിലാവും അവർ മലയാളിയല്ല എന്ന്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ മലയാള ഭാഷ എന്ന് പറയുന്നത് ശരിയായി എഴുതാനും ഉച്ചരിക്കാനും വായിക്കാനും പഠിച്ച ഒരാൾക്ക് ലോകത്തുള്ള ഏത് ഭാഷയും പഠിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഷ നന്നായിട്ട് പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മലയാള ഭാഷ പഠിക്കുകയാണ്. പിന്നെ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അതില്ലെങ്കിൽ നമ്മൾ എത്ര കാലം പഠിച്ചാലും ആ ഭാഷ ഫോറിനായിട്ട് നിൽക്കും, നമ്മുടെ ഭാഷയായിട്ട് മാറില്ല. അത് ശരിയായ അർത്ഥത്തിൽ ഉച്ചരിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. എന്ന് മാത്രമല്ല, സംസ്കൃതത്തിൽ നമുക്ക് അഭിമാനം എന്ന് പറയാൻ കഴിയും. അഭിമാനം എന്നൊരു വാക്ക് എഴുതാം. ഭ എന്നൊരക്ഷരമുണ്ട്. തമിഴിൽ പറയാൻ പറ്റില്ല. തമിഴിൽ എഴുതാൻ പറ്റും, അത് അഭിമാനം എന്ന് എഴുതിയിട്ട് അഭിമാനം എന്ന് വായിക്കും. നോക്കിയിട്ടുണ്ടോ? അതുപോലെ സംസ്കൃതത്തിൽ മഴ എന്ന് പറയാൻ പറ്റില്ല. ഴ എന്ന അക്ഷരമില്ല. നനവ് എന്ന് പറയാൻ പറ്റില്ല. നനവ് എന്ന് പറയാൻ പറ്റില്ല. ആ നാ ഇല്ല. അപ്പോൾ നമുക്ക് പറയാൻ ആവശ്യമുള്ള, സംസാരിക്കാൻ ആവശ്യമുള്ള, ഉച്ചരിക്കാൻ ആവശ്യമുള്ള ശബ്ദങ്ങളിൽ ഒരു വലിയ അളവോളം ഈ ഭാഷകളിൽ ഒന്നും തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് മലയാളം പഠിച്ച ആൾക്ക് ഏത് ശബ്ദവും പുറപ്പെടുവിക്കാൻ കഴിയുന്നുള്ളത് കൊണ്ട് ഏത് ഭാഷയും പറയാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് മലയാള ഭാഷയുടെ ഒരു പ്രാധാന്യം എത്രയാണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തുണ്ടായ എല്ലാ ഭാഷകളിലുമുള്ള എല്ലാ അറിവും മലയാളത്തിന് ഉൾക്കൊള്ളാൻ കഴിയത്തക്ക രൂപത്തിലാണ് ഈ അക്ഷരമാലയുടെ നിർമ്മിതി. ഈ അക്ഷരമാല ആദ്യം ഉണ്ടാക്കിയിട്ട് അത് പഠിക്കാനൊരു ക്രമം ഉണ്ടാക്കിയിട്ട് ഈ കൂട്ടക്ഷരങ്ങളും അക്ഷരങ്ങളും പഠിക്കാനൊരു 2 അഷ്ടകങ്ങളുണ്ടാക്കി. മുകുന്ദാഷ്ടകം, ഗണാഷ്ടകം എന്ന് പറഞ്ഞിട്ട് ആകെ 8 ശ്ലോകമുള്ള 2 അഷ്ടകങ്ങളാണ്. ഈ 2 അഷ്ടകങ്ങളും കാണാതെ ഉച്ചരിക്കാൻ ശരിയായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മലയാള ഭാഷയിലെ ലോകത്തെ എല്ലാ ഭാഷയിലെയും ഏത് അക്ഷരവും ഉച്ചരിക്കാൻ കഴിയും എന്ന അവസ്ഥയാണ് ആ ഭാഷാശാസ്ത്രജ്ഞനായ മഹാഭാഷാ പിതാവ് ഉണ്ടാക്കി വെച്ചിട്ട് പോയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്തു പോയ ഒരാളെ, അതിൻ്റെ കൂടെ ലോകത്ത് ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ മുഖ്യം എന്ന് പറയാവുന്ന ദാർശനിക വിഷയങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ മലയാള ഭാഷയിൽ.
അപ്പോൾ നമ്മളിത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഈ ദാർശനികത മുഴുവൻ പഠിക്കുന്നതിൻ്റെ കൂടെ, ദാർശനികത എന്ന് പറയുമ്പോൾ ആരുടെയും സ്വകാര്യ സ്വത്തായ ഒരു മതത്തിൻ്റെ അവസ്ഥയാണെന്ന് വിചാരിക്കരുത്. അല്ല, അങ്ങനെയല്ല അതിൻ്റെ കഥ. ദാർശനികത എന്ന് പറയുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ നല്ല മനുഷ്യർക്കും ഉൾക്കൊള്ളാവുന്ന മഹത്തായ ആശയങ്ങളുടെ ഒരു സഞ്ചയം എന്നാണ് അർത്ഥം. ആ സഞ്ചയം ഉപനിഷത്തുകളിലുണ്ട്, എല്ലാ മതങ്ങളിലുണ്ട്, ഉപനിഷത്തുകളിൽ മാത്രമല്ല ഉള്ളത്. അത് മുഴുവൻ ക്രോഡീകരിച്ച് അദ്ദേഹം നമുക്ക് തന്നിട്ട് പോയിരിക്കുകയാണ്. ഇങ്ങനൊരു മഹാനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് മലയാളത്തിലുണ്ടോ രേഖ എന്ന് നോക്കുമ്പോൾ ചരിത്രത്തിൽ, കേരള ചരിത്രത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ എന്നൊരാളുടെ പേര് പോലും ഇല്ല. ഇങ്ങനൊരു നോവൽ എഴുതണം, കഥ എഴുതണം എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് എൻ്റെ ഗുരുനാഥനായി MGS നാരായണനായിരുന്നു. അദ്ദേഹം, ഞാൻ ഗുരുവായൂരപ്പൻ കോളേജിൽ പഠിക്കാൻ പോയ കാലത്ത് ഞങ്ങളെ വേൾഡ് ഹിസ്റ്ററി പഠിപ്പിക്കാൻ വന്നിരുന്നു. ഞങ്ങൾ ഈ സയൻസ് പഠിക്കുന്ന ആൾക്കാർക്ക് ഒരു മറ്റേ വശത്തുള്ള വിഷയത്തിലെ ഒരു വിഷയം പഠിക്കണം നിർബന്ധമായിരുന്നു ആ കാലത്ത്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, സാർ ഇങ്ങനെ എഴുത്തച്ഛൻ്റെ കാര്യം എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്താണ് അതിനെക്കുറിച്ച് മലയാള ചരിത്രത്തിൽ എവിടെ നോക്കിയാലാണ് കിട്ടുക? ഒറ്റ ശരിയാണ്. ഹാ 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 എന്താ ചോദിച്ചു. അതേ, തനിക്ക് ഇഷ്ടമുള്ളത് എഴുതാം. കേരള ചരിത്രത്തിൽ ഒരു പുസ്തകത്തിൽ ഇന്ന് വരെ ആരും തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന അക്ഷരം കുറിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ചരിത്രകാരന്മാർ കുറിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ അതിലെ പ്രാഥമികമായ ഒരു അബദ്ധം ഇതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അത് തിരുത്തിക്കളയാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ജനിച്ചു എന്ന് പറയുന്നിടത്ത്, പഠിച്ചു എന്ന് പറയുന്നിടത്ത്, ജോലി ചെയ്തു എന്ന് പറയുന്നിടത്ത്, താമസിച്ചു എന്ന് പറയുന്നിടത്തൊക്കെ പോയിട്ട്, ശിക്ഷ അനുഭവിച്ചു എന്ന് പറയുന്നിടത്ത് വരെ പോയിട്ട് അവിടുത്തെ ആളുകളെ കണ്ട് ചരിത്ര വസ്തുതകളൊക്കെ കളക്ട് ചെയ്ത് 100 കൊല്ലമായിട്ടുള്ളൂ, അധികമൊന്നും ആയിട്ടില്ല. 4 മുത്തശ്ശന്മാരുടെ തലമുറയ്ക്കപ്പുറത്ത് പോയാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ കേട്ട കഥകൾ നമുക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഫോൾക്ക് ഹിസ്റ്ററിയിൽ നിന്ന് ഹിസ്റ്ററി ഉണ്ടാക്കി എടുത്തിട്ട് ആ ഹിസ്റ്ററിയുടെ വെളിച്ചത്തിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഒരു ആജീവനാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് അത് എന്നർത്ഥം. കാരണം ഞാൻ കൈകാര്യം ചെയ്യുന്ന എൻ്റെ ആയുധം ഭാഷ, അതിന് വളർച്ചയും വികാസവും ജനനവും എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ ഞാനിങ്ങനെ ആയുധം മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാം. ആ ഒരു പ്രേരണയുടെ പുറത്താണ് ഞാൻ പോയിട്ട് ഇത് മുഴുവൻ അന്വേഷിച്ച് പഠിച്ചുണ്ടാക്കി എന്നെക്കൊണ്ട് ആവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്ന് ധ്യാനിച്ച് ഇരുന്ന് വിഷമിച്ച് അത് എഴുതി ഉണ്ടാക്കി വെച്ചത്. പക്ഷേ മലയാളി 2 കൈ നീട്ടി അതിനെ സ്വീകരിച്ചു. 37 എഡിഷൻ അത് കഴിഞ്ഞു പോയിട്ടുണ്ട് 20 കൊല്ലം കൊണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഒരു പബ്ലിസിറ്റി ഇല്ല, ഒരു പബ്ലിഷർ കൊണ്ടുവന്ന് വിൽക്കുന്നില്ല, ആരും മഹാനാണ് ഞാനെന്ന് പറയാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ കഴിവുകൊണ്ടല്ല അത്. കാരണം ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പോയ ആളുടെ മഹത്വം കൊണ്ടാണെന്ന് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എന്തായാലും ഇപ്പോഴും അതിൻ്റെ നിലയ്ക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ വായിക്കുന്നു, മുതിർന്നവർ വായിക്കുന്നു, വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓഡിയൻസ് സെഷൻ അല്ലേ? ഇനി നമുക്ക് 5 മിനിറ്റ് കൂടിയ സമയമുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം സാറിനോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഓഡിയൻസിൽ നിന്ന് ഉള്ള അവസരമാണ്. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. സാറിൻ്റെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് മുൻപേ പറക്കുന്ന പക്ഷികളാണ്. ഞാനൊരു 16 വയസ്സുള്ളപ്പോൾ അത് വായിച്ചതാണ്. അതിൻ്റെ ഒരു കാര്യം ഷോർട്ടായിട്ടൊന്ന് ആ പുസ്തകം എഴുതാനുണ്ടായ സാഹിത്യത്തെക്കുറിച്ചൊന്ന് പറയുമോ? മുൻപേ പറക്കുന്ന പക്ഷികൾ. സാർ, അങ്ങയുടെ ആദ്യമായിട്ട് വായിക്കാൻ പറ്റിയ പുസ്തകം സ്പന്ദമാപിനികളെ നന്ദി. അത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ സീരിയലൈസ് ചെയ്ത് വന്ന കാലത്താണത് വായിക്കാൻ സാധിച്ചത്. അപ്പം ആ നോവലിൽ അങ്ങയുടെ ആ ഒരു പശ്ചാത്തലം, ശാസ്ത്രം പഠിച്ചതുകൊണ്ടുണ്ടായ, അങ്ങ് ഫിസിക്സിൽ മാസ്റ്റർ ബിരുദം നേടിയതിനു ശേഷം കാലാവസ്ഥാ വകുപ്പിലുമൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടാണ് വന്നതെന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഈ നോവലിനെ വളരെയധികം ഏത് തരത്തിലാണ് അതിനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിയത്, അതൊന്ന് പറയാം. 2 പേരുടെയും ചോദ്യമുണ്ട്. ആദ്യത്തെ ചോദ്യം ചോദിച്ച ആൾക്ക് ഉത്തരം ആദ്യം പറയാം, മറ്റേ ആൾക്ക് പിന്നെ പറയാം. ഈ നക്സലൈറ്റ് പ്രസ്ഥാനം ഉടലെടുത്ത കാലത്ത് 70കളുടെ ആദ്യത്തിൽ ഞാൻ ഡൽഹിയിൽ ഒരു ഇംഗ്ലീഷ് നാഷണൽ ഡെയിലിയുടെ അസിസ്റ്റൻ്റ് എഡിറ്ററായിരുന്നു. ചെറിയ പ്രായം, കല്യാണം കഴിച്ചിട്ടില്ല, 10-28 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അന്ന് പത്രാധിപർ ചോദിച്ചു, കൽക്കട്ടയിൽ പോയിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ കാര്യം അന്വേഷിച്ചറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും തയ്യാറാണോ? വോളണ്ടിയറിങ്, ആരാണ് ധൈര്യശാലി? അപ്പോൾ എനിക്ക് വേറെ കെട്ടുപാടൊന്നും ഇല്ലാത്തതുകൊണ്ട്, ഞാനൊരു സാഹസികനാണ് എന്ന് തോന്നാത്തതുകൊണ്ട്, അങ്ങനെ തോന്നിയിട്ടൊന്നുമല്ല,
കൽക്കട്ടയ്ക്കൊന്ന് കാണാം, അവിടെ പഴയ ആൾക്കാർ കുറച്ച് പേരുണ്ട്, അവരെ കാണാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കാലത്തേക്ക് എന്നെ കൽക്കട്ടയ്ക്ക് പറഞ്ഞയക്കുകയാണ്. ഞാൻ അവിടെ പോയിട്ട് ഇവരുടെ ക്യാബിനകത്ത് കയറി കനു സന്യാൽ എന്നൊക്കെ പറയുന്ന ആളുകളെ നേരിട്ട് കണ്ട് അവരുടെ വിശ്വാസമൊക്കെ പിടിച്ചു പറ്റി അവരുടെ സ്റ്റഡി ക്ലാസ്സിലിരുന്ന് അവരുടെ പ്രസ്ഥാനം മുഴുവൻ മനസ്സിലാക്കി 10-14 ദിവസം കൊണ്ട് എനിക്ക് മടങ്ങിപ്പോരാൻ എൻ്റെ സ്റ്റോറി എഴുതാവുന്ന അവസ്ഥയിൽ, ന്യൂ സ്റ്റോറി, നോവലല്ല കേട്ടോ. അപ്പോൾ വലിയ ഒരു അപകടം പറ്റി. എന്താ വെച്ചാൽ അവിടെ ഇരിക്കുന്ന ആരോ നേതാക്കന്മാർ പറഞ്ഞു ഇയാളിപ്പോൾ പറഞ്ഞയക്കാൻ പറ്റില്ല, കാരണം ഇയാൾക്ക് നമ്മുടെ എല്ലാ പരിപാടിയും അറിയാം. ഇയാളെ പിടിച്ച് വല്ല പോലീസുകാർ 2 എണ്ണം പൂശിയാൽ ഇയാളെല്ലാം പറയും, അതുകൊണ്ട് ഇയാൾ നമ്മളുടെ കൂടെ ഇരിക്കട്ടെ. അങ്ങനെ 3 മാസക്കാലം എനിക്ക് അവർ ഓപ്പറേഷന് പോയപ്പോൾ അവരുടെ കൂടെ നടക്കേണ്ടി വന്നു. അവരുടെ ഭാഗമായിട്ടല്ല, അവരുടെ വിവരം പുറത്ത് പറയുന്നതിനെതിരെയുള്ള ഇൻഷുറൻസ് ആയിട്ട്. എൻ്റെ കയ്യിൽ ഉടുപ്പില്ല, പല്ല് തേക്കാനുള്ള സാധനമില്ല, കാശില്ല, കുടിക്കാനുള്ള മാർഗ്ഗമില്ല, ഒന്നുമില്ല. അങ്ങനെ ഈ 24 പർഗാനാസ് ജില്ലകളിൽ ഈ ചളിയിലും ഈ കുളിയിലും അഴുക്കിലും ഒക്കെ ഭക്ഷണമില്ലാതെ വെള്ളം കുടിക്കാനില്ലാതെ 3 മാസം അലഞ്ഞു നടന്നതിൻ്റെ ഓർമ്മകളിൽ നിന്നാണ് ഈ പുസ്തകം ഉണ്ടായിട്ടുള്ളത് എന്നർത്ഥം. അവസാനം ഞങ്ങളെ ബാക്കി വന്ന 17 പേരെ ഒരു IPS ഓഫീസർ കൽക്കട്ടയിൽ നിന്ന് വന്നിട്ട് അറസ്റ്റ് ചെയ്തു. ഈ 17 പേരിൽ അദ്ദേഹം ഒരു തമിഴനായിരുന്നു, ചെറുപ്പക്കാരൻ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ കൂട്ടത്തിൽപ്പെട്ട ആളല്ല, ഞാനൊരു പത്രക്കാരനാണ്, ജേർണലിസ്റ്റാണ്, ഞാനൊരു ടെലിഫോൺ നമ്പർ തരാം, വിശ്വാസം ഉണ്ടെങ്കിൽ അത് വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ അവിടെയുള്ള ആളാണെന്ന് അങ്ങേക്ക് ബോധ്യമാണെങ്കിൽ എന്നെ വിട്ടു തരണം എന്ന് പറഞ്ഞു. ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവരെന്നെ എഴുതി തെളിയിരിക്കുകയായിരുന്നു. അവർ വിചാരിച്ച ഒന്നുകിൽ ഞാൻ മരിച്ചുപോയി അല്ലെങ്കിൽ ഞാൻ നക്സലൈറ്റായിട്ട് പോയി എന്നാണ്. രണ്ടും അല്ലാത്തൊരവസ്ഥയിലാണ് ഞാനിങ്ങനെ കഴിയുന്നതെന്ന് അവർക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹമാണ് എനിക്ക് ഉടുപ്പൊക്കെ മാറ്റാനും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ടിക്കറ്റ് എടുക്കാനും ഒക്കെ മാർഗ്ഗം ഉണ്ടാക്കി തന്നെ ഡൽഹിക്ക് പറഞ്ഞു വെച്ചത്. അദ്ദേഹം ഇപ്പോഴും കൊണ്ട് മദ്രാസിൽ റിട്ടയർ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഒരുപാട് പ്രായമായെങ്കിലും ഇപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഈ സംഗതി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ കറക്ഷൻ ബൈ ഫീഡ്ബാക്ക് എന്നുള്ള ഒരു സംഗതിയാണ് അതിൽ ഞാൻ പ്രയോഗിക്കാൻ നോക്കിയിട്ടുള്ളത്. വിപ്ലവം എന്നൊരു കാര്യം കൊണ്ട് ലോകത്തുള്ള ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ഒരു സ്പോട്ട് പരീക്ഷണമാണ്. പറ്റില്ല എന്നാണ് അത് തെളിയിക്കുന്നത്. കാരണം വിപ്ലവം നടത്തിക്കഴിഞ്ഞാലും എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആരാണ് നേതാവ്, ആരാണ് അധികാരി എന്ന് തർക്കം വരും. അപ്പോൾ ഒരിക്കലും അത് എന്തിനാണോ നടന്നത് ആ കാര്യം മാത്രം നടക്കില്ല. നമുക്ക് ലോകത്തുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ റഷ്യ പോലൊരു നാട്ടിൽ വർഗമുണ്ടായി, വർഗസമരം ഉണ്ടായി, വിപ്ലവം ഉണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഡിക്റ്റേറ്റർഷിപ്പ് പോയി പ്രോലറ്റേറിയറ്റ് ഉണ്ടായി. എന്നിട്ട് കമ്മ്യൂണിസം ഉണ്ടായോ ചോദിച്ചാൽ ഉണ്ടായില്ല. എന്താ ഉണ്ടാവാതിരുന്ന കാരണം? വിപ്ലവം കഴിഞ്ഞിട്ട് ഈ സാറിൻ്റെ വീട്ടിലുള്ള കൊച്ചുകുട്ടിയടക്കം അറുകൊല ചെയ്ത് തള്ളി നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ ഉണ്ടായത് എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവ് അവിടെ കയറി സാറായിരുന്നു. മനസ്സിലായില്ലേ? അദ്ദേഹം അടുത്ത 10 കൊല്ലം കൊണ്ട് സാർ ചക്രവർത്തി 10 തലമുറയിൽ കൊന്നതിലേറെ ആളുകളെ കൊന്നു. ആ കൊന്നത് മിക്കവാറും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായിരുന്നു. അതാണ് തമാശ. ഇങ്ങനെയൊരു പ്രസ്ഥാനം ലോകത്ത് വിപ്ലവത്തിലൂടെ മാറ്റം വരുത്താൻ ജയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന ബോധ്യം എനിക്ക് വന്നത് അതൊരു പരീക്ഷണത്തിലൂടെ തെളിയിക്കാനാണ് ഈ പുസ്തകം എഴുതിയത്. അതുപോലെ തന്നെ ഇനി സ്വന്തമാവിനിയിലേക്ക് വരാം. സ്വന്തമാവിനി ഇതുപോലെ ഒരു ഈ ഫീഡ്ബാക്ക് പരീക്ഷണമായിരുന്നു, ഒരു സൈബർനെറ്റിക് പരീക്ഷണമായിരുന്നു. സൈബർനെറ്റിക്സ് എന്നാണ് ആ ശാസ്ത്രശാഖയുടെ പേര്. അതായത് പുറകോട്ട് നോക്കി നടന്ന കാര്യത്തിൻ്റെ ഫലം നോക്കി നടക്കാനുള്ളത് നിശ്ചയിക്കുക എന്നുള്ളതിനാണ് ഈ സൈബർനെറ്റിക്സ് എന്ന് പറയുന്നത്. ലോകത്തുള്ള എല്ലാ നന്മയും ഉണ്ടായത് ശാസ്ത്രമാണല്ലോ. ലോകത്തുള്ള എല്ലാ ആയുധങ്ങളും ഉണ്ടാക്കിയതും ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളും ഉണ്ടാക്കിയതും ശാസ്ത്രമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ കൂടി വിചാരിച്ചാൽ ഒരു വിപ്ലവം നടത്തിയിട്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ലേ എന്ന ചോദ്യത്തിനുള്ള അപ്ലിക്കേഷൻ ഫീഡ്ബാക്കാണ് ഈ സ്വന്തമാവിനികളെ നന്ദി എന്ന കൃതി. പറ്റില്ല എന്നാണ് തെളിഞ്ഞത്. കാരണം അവിടെ ഈ പ്രശ്നം വരും. കാരണം അവിടെയും ഈ ശാസ്ത്രജ്ഞൻ അയാൾക്ക് കിട്ടാവുന്ന സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും പുറകെ പോകുന്ന ഒരാളാണ്. അയാൾ ഈ നോബൽ പ്രൈസിന് കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നതേ കേൾക്കുള്ളൂ. തന്നെയല്ല, ഇനിയിപ്പോൾ എല്ലാ ശാസ്ത്രജ്ഞന്മാരും കൂടി ഒത്തു വിചാരിച്ചാലും നടക്കില്ല. കാരണം ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെയും ഓപ്പൻഹൈമറെ പോലെയുള്ള മഹാന്മാരൊക്കെ കൂടിയിട്ട് ഒരു വലിയ ഭീമഹർജി എഴുതി ഉണ്ടാക്കി അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നു റൂസ്വെൽറ്റിന് അയച്ചു കൊടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യണം, ദയവ് ചെയ്ത് ഈ അണുബോംബ് എന്ന് പറയുന്ന സാധനം ലോകത്തെ എവിടെയും കൊണ്ടുപോയി ഇടരുത്. ഉണ്ടാക്കി കൈ കൊടുത്തത് അവരാണ്. ഓപ്പൻഹൈമറാണ്
ഈ ഫെർമി ഫയലുണ്ടാക്കി നടക്കും എന്ന് കണ്ടുപിടിച്ച് സാധ്യമാണെന്ന് തെളിയിച്ച് ആയുധം ഉണ്ടാക്കി കയ്യിൽ കൊടുത്തു. അദ്ദേഹമാണ് ആദ്യം ഒപ്പിട്ടിരിക്കുന്നത്. റൂസ്വെൽറ്റ് എന്ന പ്രസിഡന്റ് ഇത് ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിലിട്ട് 3-ാമത്തെ ദിവസം ഹിരോഷിമയെ കൊണ്ടുപോയി 1,00,000 പേര് പച്ചയ്ക്ക് ചുട്ട് കൊന്ന ബോംബിട്ടു. അത് കണ്ടിട്ട് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് 3-ാം ദിവസം കൊണ്ടുപോയിട്ട് നാഗസാക്കിയിൽ അതുപോലൊരു ബോംബ് ഇത്രയും പേരെ കൊല്ലാൻ വേണ്ടി വീണ്ടും ഇട്ടു. അപ്പോൾ ഏത് മഹാശാസ്ത്രജ്ഞന് വിചാരിച്ചാലും ശാസ്ത്രം ചെയ്ത് ഈ അധികാരികൾ എന്ന ദുർമോഹികളുടെ കയ്യിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങൾക്ക് ഒരു തരത്തിലുള്ള പരിഹാരവും ചെയ്യാൻ കഴിയില്ല എന്ന് ബോധ്യമായി. അതാണ് സ്വന്തമാവനി. ഇങ്ങനെ ഓരോ പുസ്തകവും ഒരു പരീക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനൊരു സയൻസ് പഠിച്ച ആളായതുകൊണ്ട് ഞാനിതൊക്കെ കൃത്യമായി ബാലൻസ് ചെയ്ത് ഒരു 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 റിസർച്ച് കടലാസ് പേപ്പർ എഴുതുന്ന പോലെ എഴുതി ഉണ്ടാക്കിയിട്ടാണ് ഓരോ പുസ്തകവും പുറത്തു വിടുന്നത്. കൊച്ചു പുസ്തകമായാലും വലിയ പുസ്തകമായാലും. അത് എത്രത്തോളം പൂർണ്ണമായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെ കൊണ്ടാവുന്ന അത്ര പൂർണ്ണമാക്കി പുറത്ത് വിട്ടിട്ടുണ്ട്. ലോകത്തിന് ഉപയോഗിക്കാവുന്ന അവസ്ഥയിലാക്കി കൊടുത്തു എന്നാണ് എൻ്റെ ഒരു ധാരണ. ശരിയോ തെറ്റോ എന്നറിയില്ല. കേൾക്കില്ല. മലയാളത്തിൽ എഴുതുന്ന സാഹിത്യകാരന്മാരിൽ സാഹിത്യത്തിൻ്റെ കൂട്ടത്തിൽ സയൻസ് സാഹിത്യത്തിൽ അപ്ലൈ ചെയ്യുന്ന ഒരേ ഒരു സാഹിത്യകാരനായിട്ട് ഞാൻ പരിഗണിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ പറഞ്ഞു വരുന്ന ഒട്ടുമിക്ക കഥകളിലും ശാസ്ത്രം കടന്നു വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അത് കാലം കാത്തുവയ്ക്കുന്നതും അത്തരത്തിലൊരു ശാസ്ത്രകൃതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. സാറിൻ്റെ മുന്നിൽ ഈ സമൂഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശാസ്ത്രത്തിലൂടെ എന്താണ് കൊടുക്കാൻ കഴിയുന്നത്, എന്താണ് സന്ദേശം നൽകാൻ കഴിയുന്നതെന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ശാസ്ത്രം നന്മ. നമുക്ക് എന്താ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുക എന്നുള്ളതല്ല. നമ്മളൊരു ഒരു 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 പ്ലെയിൻ ടേക്ക് ഓവർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് നമ്മൾ തൊടുത്ത് വിടുന്നു എന്നിരിക്കട്ടെ. ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ അതിൻ്റെ പോകുന്ന വഴിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള സൗകര്യങ്ങൾ അതിനകത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ നാളെ ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുമ്പോൾ അവരാലോചിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിന് വഴിയിൽ വരാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിന് കഴിവുണ്ടോ എന്നാണ്. അവിടെയാണ് ഈ കറക്ഷൻ ബൈ ഫീഡ്ബാക്ക് എന്നുള്ളത് വരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പോയിട്ട് ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സാറ്റലൈറ്റ്, ഒരു റോക്കറ്റ്, ആ ലാൻഡ് ചെയ്യാൻ പോകുന്ന റോക്കറ്റിന് ആ സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ അപകടം അല്ലെങ്കിൽ ഒരു ചെറിയ അപഭ്രംശം, വഴി തടസ്സം അല്ലെങ്കിൽ വഴി മാറ്റം വന്നു പോയാൽ അത് സോൾവ് ചെയ്യാനുള്ള മാർഗം കണ്ടെത്താനുള്ള വിദ്യ അതിനകത്തുണ്ടോ? കുറച്ച് അടുത്ത കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല. കാരണം ആ പ്രശ്നം ഭൂമിയിലേക്ക് അയച്ചിട്ട് ഭൂമിയിൽ ആ പ്രശ്നം വന്നിട്ട് ഭൂമിയിൽ അത് സോൾവ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇവിടുന്ന് അവിടേക്ക് അയച്ചിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് വേണമായിരുന്നു ഇത് കറക്ഷൻ കൊടുക്കാൻ. പക്ഷേ അതിന് വേണ്ട സമയം 1 മിനിറ്റോ 1.5 മിനിറ്റോ പോലും ആയാൽ ആ സമയത്തിനകം അതിൻ്റെ വേഗം വെച്ചിട്ട് അത് മൂക്ക് കുത്തി അപകടത്തിലേക്ക് വീട് കഴിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ കറക്ഷൻ കൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ഓൺ ബോർഡ് കറക്ഷൻ എന്നുള്ളത് കറക്ഷൻ ബൈ ഫീഡ്ബാക്ക് എത്ര വേഗം നടപ്പിലാക്കാൻ കഴിയും, എത്ര എഫിഷ്യൻ്റായിട്ട് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതാണ് സാറ്റലൈറ്റിൻ്റെ മാത്രമല്ല നമ്മുടെയും ജീവിതത്തിലുള്ള പ്രശ്നം. നമുക്ക് വരുന്ന ഒരു പ്രശ്നം, അത് എന്ത് പ്രശ്നമായാലും കൊള്ളാം, ഏത് തരത്തിലുള്ള ഏത് വിഷയത്തിലുള്ള പ്രശ്നമായാലും കൊള്ളാം, അത് ഏറ്റവും വേഗം ഏറ്റവും നന്നായി സോൾവ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ ഉള്ളിലുണ്ടോ, നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരത്തിന് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള അവബോധത്തിന് എന്തെങ്കിലും ഒരു ആക്കത്തൂക്കം നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു സൃഷ്ടി, സാഹിത്യ സൃഷ്ടി, അത് സമൂഹത്തിന് ഏറ്റവും ആവശ്യമാണ്. ഇത് ആദ്യം വായിച്ച കഥ പിടിച്ച പിടിയാലേ എന്നുള്ള കഥയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, കഥ എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാനൊന്നും കൂടി പറയാം, 1 മിനിറ്റ് കൊണ്ട് അത് പറയാം. ഞങ്ങൾ 3-4 പേര് ഭാരതപ്പുഴയിൽ തോണി കളിക്കാൻ പോയി ഈ ഓണക്കാലത്ത്. എല്ലാവർക്കും നന്നായിട്ട് നീന്തലറിയാം. ധാരാളം വെള്ളമുള്ള പുഴയാണ് അന്ന് ഭാരതപ്പുഴ, ഇപ്പോഴത്തെ പോലെയല്ല. തോണി ഞങ്ങൾ കുറേ അങ്ങോട്ട് പോയപ്പോൾ തോണി 2ആയി മുറിഞ്ഞു, ഒരു ചുഴിപ്പെട്ടു പോയി. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് നീന്താൻ അറിയുന്ന ആൾക്കാരാണ്. ഞങ്ങൾ 4 പേരുണ്ട്, 3 പേര് നീന്തി പോന്നു, ഒരാൾ മുങ്ങി ചാവാൻ പോവുകയാണ്. ഞങ്ങൾ അത്ഭുതമായി ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ നിലവിളിച്ചപ്പോൾ നാട്ടുകാരെ കൂടി ഓടി വന്ന് കൂട്ടത്തിൽ നീന്താൻ അറിയാവുന്ന ആൾക്കാർ പുഴയിൽ ചാടി ഇദ്ദേഹത്തെ പിടിച്ച് കരയിൽ കൊണ്ടുവന്നപ്പോൾ എന്താ കഥ എന്നറിയോ? വലിയ തമാശയാണ്.
അന്ന് ഈ കുട്ടികളായിരുന്നു ഞങ്ങൾക്ക് ആകെ ഒരു മുണ്ടും ഒരു തോർത്തുമാണ് ഓണക്കാലത്തായാലും അല്ലെങ്കിലും വേഷം. അതൊരു പാവ് തോർത്തായിരിക്കും ഓണക്കാലത്തെന്ന് മാത്രമല്ലോ. ഈ വെള്ളത്തിൽ വീണെടുത്ത് നീന്താൻ തുടങ്ങിയപ്പോൾ ഈ തോർത്ത് കൊണ്ട് എല്ലാവരും പോയി ഒളിച്ചു പോയി. അത് അഴിഞ്ഞു പോകുമല്ലോ. ഇയാളുടെ തോർത്ത് കൊണ്ട് പോയി. പിന്നെ ഈ കോണാണ് ബാക്കിയുള്ളത്, അതും കൂടി ഒരു ഭാഗത്ത് അഴിഞ്ഞു. അപ്പോൾ ഈ വിദ്വാൻ ആ കോണം പിടിച്ചു. പിന്നെ ആൾക്ക് അതേ ഓർമ്മയുള്ളൂ. പിന്നെ അപ്പോഴേക്ക് നീന്തൽ തളർന്ന ബോധം കെട്ട് ഇയാൾ ഇത് വിട്ടാൽ മതി, ആൾക്ക് നീന്തി പോരാം. ഈ കരയിൽ കൊടുത്ത് കിടത്തിയപ്പോഴും ഇയാൾ ഈ കോണകം വിട്ടിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്കുള്ള മിക്കവാറും മനുഷ്യർക്കുള്ള പ്രശ്നം ഇതാണ്, നമ്മൾ ആ കോണകം വിട്ടിട്ടില്ല. അതാണ് ഈ പിടിയാലേ എന്നുള്ള കഥ. അപ്പോൾ ഇത് വായിച്ച ഒരാൾക്ക് പിന്നെ ആ കോണകം പിടിക്കാൻ തോന്നില്ലല്ലോ, ഉറപ്പല്ലേ ആ കാര്യം. ഇപ്പോൾ കോണകം ഇല്ലാത്തതുകൊണ്ട് നല്ല കാലം, പക്ഷെ എന്നാലും ഉള്ളത് പിടിക്കാലോ. അപ്പോൾ ആ പിടുത്തം അങ്ങോട്ട് വിട്ടേക്കും. ആ പിടുത്തം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നീന്തി കയറി പോരാൻ പറ്റും, ഒരു പ്രയാസമില്ല. ആ പിടുത്തം വിടുക എന്നുള്ളതാണ് എല്ലാ സാഹിത്യത്തിൻ്റെയും, രാമായണമായാലും ഭാരതമായാലും എന്തായാലും ലക്ഷ്യം. ഇത് വായിക്കുന്ന ആളുകളെ കൊണ്ട് ഈ പിടുത്തം വിടിയിക്കുക എന്നുള്ളതാണ്. അത് ഒരു മഹാന്മാരായ ആളുകൾ ഏറ്റവും ഭംഗിയായിട്ട്, അന്തസ്സായിട്ട്, സൗകര്യമായിട്ട്, സുഖമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ജീവിതത്തിലൊക്കെ തിരക്കായതുകൊണ്ട് എവിടെ രാമായണം, എവിടെ ഭാരതം, അതുകൊണ്ട് അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ചില കോണകം വെച്ചിട്ട് ചില വിദ്യകൾ പ്രയോഗിച്ച് ഇത് പിടിയാലെ കൊണ്ടുപോകരുത്, വിട്ടേക്കൂ എന്ന് പറയാൻ നിങ്ങൾ എന്ത് സംഹിതയിൽ വിശ്വസിച്ചാലും ശരി, അത് ആവശ്യമാണെന്ന് തോന്നിയുകൊണ്ടാണ് അത് ചെയ്തത്. ഇതാണ് സാഹിത്യത്തിൻ്റെ ലക്ഷ്യം. ഒരുപാട് സന്തോഷം സാർ, പരിചയപ്പെടാനും ഇത്രയേറെ സംസാരിക്കാനും പറ്റിയതിൽ സന്തോഷം.